അപ്പോൾ ഹലോ മച്ചാമാരെ, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കിടിലൻ ഒരു സാധനമാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ലൊക്കേഷൻ വീണ്ടും നമ്മൾ വന്നത് എന്തുകൊണ്ടാണ്. കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി പേര് ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മളതിൽ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിടിലൻ മുതലാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വാങ്ങിക്കാനും ഒന്ന് റൈഡ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വിൻറ്റേജ് കിടിലൻ സാധനമാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വണ്ടി ഏതാണെന്ന് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ സ്പെക്ക് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. വണ്ടിയുടെ ഡീറ്റെയിൽസ് വന്നിട്ട് 1984 മോഡലാണ്. മഹേന്ദ്രയുടെ വണ്ടിയാണ്. അത്യാവശ്യം ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോകാനും കിഡിലായിട്ട് പൊളിക്കാനും പറ്റിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ കൂടുതലിട്ട് വലിച്ചു നീട്ടില്ല, നമുക്ക് വണ്ടി ഏതാണെന്ന് കാണിച്ചു തരാം. ഇതാണ് ആ വണ്ടി. 1984 മോഡൽ ജീപ്പാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4x4 വരുന്ന മോഡലാണ്. 1984, അതായത് 40 വർഷം പഴക്കമുള്ള ഒരു കിഡിലം ജീപ്പുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ വണ്ടികൾ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇനിയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത, യൂട്യൂബ് ഫോളോ ചെയ്യാത്ത മച്ചന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക. ഇത്രയും കഷ്ടപ്പെട്ട് ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളും എല്ലാം നമ്മൾ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ കിഡിലം ഓഫേഴ്സും കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 40 വർഷം ആകുമ്പോൾ ഇപ്പോഴും പുലിയാണ്. കാര്യം ഇത്രയും വലിയൊരു ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ക റണ്ണിങ് ആണ്. കാര്യം ഇത് നോക്കിക്കഴിഞ്ഞാൽ റോഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു പാറപ്പുറത്ത് കയറാനായിട്ട്. അപ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ നമ്മൾ പുനലൂരിൽ നിന്നാണ് പൊക്കിയത്. ഒത്തിരി ഓണർഷിപ്പ് കാര്യങ്ങളെല്ലാം ട്രാൻസ്ഫറായി വന്നൊരു വണ്ടിയാണ്. പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം പക്ക ലൈവാണ്. അത്യാവശ്യം മോഡിഫിക്കേഷൻ, അതായത് വേറെ പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിൻഷീൽഡ് ഗ്ലാസ് നമുക്ക് ഇങ്ങനെ നോർമൽ ഒരു മോഡലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇതിൻ്റെ റൂഫ് ടോപ്പ് ഒരു പട്ട, അതായത് നമ്മുടെ പഴയ ജീപ്പിനൊക്കെ വരുന്ന ഒരു സംവിധാനമാണ് പട്ട. അപ്പോൾ അതിൻ്റെ റൂഫ് ടോപ്പ് കാര്യങ്ങളെല്ലാം നമ്മളതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു നോർമൽ കണ്ടീഷനിൽ കൊണ്ട് നടക്കാനാണെങ്കിൽ നമുക്ക് അതെല്ലാം വെച്ചിട്ട് ഒരു നോർമൽ കണ്ടീഷനിൽ കൊണ്ട് നടക്കാൻ പറ്റും. അല്ല ഇനി നമ്മൾ ഇത്തിരി ഒന്നൊരു പൊളി മോഡ് വൈബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ അങ്ങോട്ട് താത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചൊക്കെ പോകുമ്പോഴത്തേക്ക് പക്ക ഒരു ഫീലും ലുക്കുമാണ് ഈ വണ്ടി നമ്മൾ ഓടിച്ചു പോകുമ്പോഴത്തേക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൊളിക്കാനൊക്കെ പോകാൻ പറ്റും. ഒരു ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട്സായിട്ട് ഫാമിലി ആയിട്ടൊക്കെ ചില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വണ്ടി ഈ ഒരു മോഡലൊക്കെ ആക്കിയിട്ട് പോകാൻ പറ്റും. അല്ല ഇനി നോർമൽ സ്റ്റോക്ക് കണ്ടീഷനിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഇൻറ്റീരിയറിനെ പറ്റി പറയാനായിട്ട് വലുതായിട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു 4x4 വണ്ടിയാണ്. ഇപ്പോൾ ഇവിടെ ഒരു കുട്ടി ഗിയറും കൂടെ വരുമായിരുന്നു, പക്ഷേ അത് കൺവേർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു 4 ഗിയറാണ്. അത് ഇൻക്ലൂഡിങ് റിവേഴ്സ് പ്ലസ് 3 ഗിയറാണ് നമുക്ക് വരുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പവർ സ്റ്റിയറിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല. വണ്ടി നിർത്തിയിട്ട് വളയ്ക്കാനൊക്കെ ഭയങ്കര ടഫായിരിക്കും, പക്ഷേ റണ്ണിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ ഇവിടെ വന്നിട്ട് മീറ്റർ ക്ലസ്റ്ററിൽ നമുക്കൊരു സ്പീഡോ മീറ്റർ, ബാറ്ററി ആംബിയർ, അതേപോലെ തന്നെ ഫ്യൂവൽ ഗേജ്, ടെമ്പറേച്ചർ, ഇതൊക്കെയാണ് ഇതിൽ നോർമലി വരുന്നത്. എൻജിൻ ഒരു ഓഫ് ചെയ്യുന്ന ഒരു പഴയ മോഡൽ ജീപ്പൊക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം, വണ്ടി വലിച്ച് ഓഫ് ചെയ്യുന്ന ഒരു ബട്ടൺ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഹോണിൻ്റെതാണ്. പ്രത്യേകിച്ച് ഫീച്ചേഴ്സൊന്നും ഇതിൽ പറയാനായിട്ടില്ല. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡും ഒന്നും ഇല്ലാത്തടത്ത് നമുക്കിത് കൊണ്ടുപോയി യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ അത് മാത്രമല്ല, ഒരു 40 വർഷം പഴക്കമുള്ള ഒരു വണ്ടി, വിൻറ്റേജ് വണ്ടിയൊക്കെ ഇഷ്ടപ്പെടുന്ന മച്ചാന്മാരൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രജിസ്ട്രേഷനാണ്. പഴയ മോഡൽ 3 ഡിജിറ്റ് രജിസ്ട്രേഷനാണ്. KLL 3346 ആണ് വണ്ടിക്ക് വരുന്ന നമ്പർ. അപ്പോൾ പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. വണ്ടി എടുക്കാനായിട്ട് ഇതേപോലത്തെ വണ്ടികൾ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഞ്ചാബിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ സാധനം ഒത്തിരി കാണാൻ പറ്റും. നമുക്കൊരു സ്നോർക്കലോ കാര്യങ്ങളോ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി വേറെ ഒരു ലെവലാവും. ഏത് രീതിയിലോട്ടോ നമുക്ക് സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിഡിലായിട്ട് ചെയ്യാൻ പറ്റും. അല്ല സ്റ്റോക്ക് കണ്ടീഷനിലാക്കണമെങ്കിൽ പോലും നമുക്ക് ആക്കാൻ പറ്റും. അപ്പോൾ 4 ബലൂൺ ടയർ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ടയർ കാര്യങ്ങളെല്ലാം ഒരു 50%ഓളം ഉണ്ട്. പിന്നെ റൂഫ് ടോപ്പ് ലൈറ്റ്, LED ലൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ രാത്രി യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ ഇട്ടുതരാം. അപ്പോഴേ ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ഫീൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ഒരു കിഡിലം വിൻറ്റേജ് വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇപ്പോൾ പഴയ വണ്ടികളൊക്കെ എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2,45,000 രൂപയാണ് നമ്മൾ ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. അതിൽ നമ്മൾ ഓണർഷിപ്പ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മാറിത്തരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു എമൗണ്ടിന് ഒരു ഐക്കോണിക് വണ്ടി നിങ്ങൾക്ക് എടുത്ത് കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രൗഡി തന്നെയാണ്. അതുമാത്രമല്ല ഈ ഒരു രജിസ്ട്രേഷൻ KLL 3346 ഈ ഒരു രജിസ്ട്രേഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാർ കാണും. KBV KCT അപ്പോൾ അതേപോലെ രജിസ്ട്രേഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കും നോക്കാവുന്ന ഒരു വണ്ടിയാണ്. റണ്ണിങ് കണ്ടീഷനാണ്. 40 വർഷമായിട്ട് ഇപ്പോഴും പടക്കുതിരയെ പോലെ ഓടുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന വീഡിയോ അല്ലെങ്കിൽ വന്ന വീഡിയോ എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ജെന്യുവിൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നമ്മളെ വിളിക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്തു തരാൻ പറ്റും. പിന്നെ ഈ ഒരു വണ്ടിക്ക് ഫിനാൻസോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ ഇല്ല. കാര്യം 1984 മോഡൽ വണ്ടിയാണ്. കാര്യം ഞാൻ ജനിക്കുന്നതിനും 4 വർഷം മുമ്പേ ഉള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിന് ഫിനാൻസ് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. റെഡി പേയ്മെൻ്റ് ആണ്. 2,45,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. പിന്നെ ബാക്കിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ഡോറാണ് വരുന്നത്. നോർമലി മഹേന്ദ്ര പഴയ മോഡൽ വണ്ടിക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഗായ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കിടിലൻ വണ്ടി. നമ്മളെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യുക, യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ കിടിലൻ അപ്ഡേറ്റ്സുമായിട്ട് വണ്ടിയെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കിടിലൻ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഓഫർ വീഡിയോകളൊക്കെ ഇനി ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്കും കൂടെ ഉപയോഗമുള്ള ഒരു ചാനലായിട്ട് മാറ്റാനാണ് ഞങ്ങളിത് ആഗ്രഹിക്കുന്നത്. ഇനി നിങ്ങളുടെ കെയർ ഓഫിൽ ആരെങ്കിലും ഇതേപോലത്തെ ഒരു വണ്ടി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്ത് തരാൻ പറ്റും. അതിന് നിങ്ങൾക്കൊരു റെഫറൽ ഇൻസെൻറ്റീവ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു തരും. അത് ഇതെന്നല്ല, ഏതൊരു വണ്ടിയാണെങ്കിലും നമ്മൾ ചെയ്തു തരും. അതോടൊപ്പം ഒരു വണ്ടി നിങ്ങളിൽ ഇരിക്കുന്ന വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഇത് എടുക്കാനാണെങ്കിൽ പോലും നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനിപ്പോൾ ഏത് വണ്ടി ആയാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് ഇത് എടുക്കാൻ വരുന്ന ബയർ ആരാണെന്ന് നോക്കാം. അപ്പോൾ ഉറപ്പായിട്ടും ഡെലിവറി വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊന്നുവരേക്കും നമ്മളെ ചാനൽ, ഇൻസ്റ്റാഗ്രാം പേജ് കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് ഉറപ്പായിട്ടും നിങ്ങൾക്കും ഉപയോഗം ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് മഹേന്ദ്ര ജീപ്പിനെ പറ്റി നമുക്കിപ്പോൾ പറയാനായിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് ജെന്യുവിൻ ആയിട്ടൊരു കസ്റ്റമർ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ തരാം. അപ്പോൾ ഇതേപോലത്തെ വണ്ടികൾ, ഇതേപോലത്തെ അപ്ഡേറ്റ്സ്, ബൈക്ക്, കാറ്, അങ്ങനെ ഒത്തിരി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതൊന്നുവരേക്കും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ വേറെ ഒരു ഫീച്ചറാണ്, ചിലപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു ഹില്ലി ഏരിയ ഒക്കെ കയറാൻ പറ്റും. ഇതേപോലത്തെ വണ്ടികൾ നമ്മൾ ക്ലച്ച് ബ്രേക്ക് യൂസ് ചെയ്യുന്നതിനെ കാട്ടി ഇതിപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് നമ്മളിപ്പോൾ ക്ലച്ചോ ബ്രേക്കോ ആക്സിലേറ്ററോ ഒന്നും കൊടുത്തിട്ടില്ല. നോർമലി വണ്ടി ഫസ്റ്റ് ഗിയറിലാണ്. അപ്പോൾ വണ്ടി തന്നെ ജസ്റ്റ് എന്താണ് ഫസ്റ്റ് ഗിയർ ആകുമ്പോഴത്തേക്ക് നല്ല പിടുത്തത്തിലേ വണ്ടി താഴോട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പഴയ വണ്ടികൾ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഹില്ലിൽ നിന്ന് താഴോട്ട് ഇറക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറാണ്, ഗിയർ പൊസിഷൻ ഫസ്റ്റാണ്. നേരെ മേലോട്ട് വരുന്നതാണ് റിവേഴ്സ്, പിന്നെ സെക്കൻഡ്, തേർഡ്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കുട്ടി ഗിയർ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഹനുമാൻ ഗിയർ കാര്യങ്ങളെന്നൊക്കെ പറയും. ഭയങ്കരമായിട്ടുള്ള കയറ്റമൊക്കെ വലിച്ച് കയറാനായിട്ട് ഉള്ള ഒരു ഗിയറാണത്. 4 വീൽ ഡ്രൈവ്, 4 വീലും നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കയറും. നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല. ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും, ഭയങ്കര പാടാണോ, ഇത്രയും സെറ്റപ്പ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഇത് വളരെ സിമ്പിളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിലിംഗ് ഒക്കെ കുറച്ചൊരു 1 or 2 വീക്സ് എടുക്കും ഒന്ന് ബാലൻസ് ആവാൻ. കാര്യം പഴയ വണ്ടി പോലെ അല്ല, കുറച്ചുകൂടെയൊക്കെ പഴയ കാര്യങ്ങളുണ്ട്. ബാക്കി സെറ്റപ്പൊക്കെ നമുക്ക് ഈസിലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഫ്രീ ആയിട്ട്, ടെൻഷൻ ഫ്രീ ആയിട്ട് കൊണ്ട് നടക്കാനായിട്ട് പറ്റുന്ന വണ്ടികൾ തന്നെയാണ് പഴയ വണ്ടികൾ. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോ, ഇതിലെ കണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഒത്തിരി ഓഫേഴ്സും നല്ല വീഡിയോസായിട്ട് നമ്മൾ